ഇന്ന് സൺഡേ ഒക്കെ ആയിട്ട് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എവിടെയും പോയില്ല, ഇന്ന് വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പോൾ ഞാനൊരു തന്നൊരു കാര്യം ചെയ്യാം, വൈകിട്ടത്തെ ആ ചായയുടെ പരിപാടി ഞാൻ ഏറ്റെടുത്ത്. അപ്പോൾ ചായയൊക്കെ ഞാൻ ആദ്യം റെഡിയാക്കി വെച്ച്, പിന്നെ അതിന് ശേഷം ഞാൻ സവാളയും തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഞാൻ ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ട്, ഞാൻ അത്യാവശ്യം ചൂട് വെള്ളം പോയതിന് ശേഷം മാത്രമേ ഞാൻ എണ്ണ ഒഴിക്കാറുള്ളൂ. എളുപ്പപ്പണിയാണ് കേട്ടോ. നമ്മൾ പൊതുവേ എനിക്ക് ക്ഷമയില്ല അധികം, അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പണികളൊക്കെ കാണിക്കുകയുള്ളൂ പൊതുവേ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എണ്ണയിൽ പോയതിന് ശേഷം ഇത് ഉടച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് നല്ല ഇതായിട്ട് കിട്ടണം ഇതെടുത്ത് വരുമ്പോൾ. അപ്പോൾ ഞാൻ എണ്ണ പോയിട്ട് ഇതായി കഴിഞ്ഞ് ചെയ്തിട്ടതിന് ശേഷം ഞാൻ നമ്മുടെ ചിക്കൻ മെയിൻ പരിപാടിയാണ് ഇതിൻ്റെ. ചിക്കൻ പൊടി പീസായിട്ട് അരിഞ്ഞ് എല്ലില്ലാത്ത കഷ്ണം നോക്കിയിട്ട് ഇടണമായിരിക്കും അത്യാവശ്യം നല്ലത്. അപ്പോൾ അത് എല്ലില്ലാതെ പൊടിയായിട്ട് ഇട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എണ്ണയുടെ ഒപ്പം അത് പച്ച ചിക്കനായിരുന്നു, അപ്പോൾ ഞാൻ നന്നായിട്ട് മുരിച്ചെടുക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ മുരിയാൻ വേണ്ടിയാണ് അങ്ങനെ ഇട്ടത്. അപ്പം നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം അത് കളർ മാറുന്നവരെ. നമ്മൾ എല്ലാവരും പൊതുവെ പല രീതിയിലായിരിക്കുമല്ലോ ചെയ്യണം, ഓരോ ആൾക്കാർക്ക് ഓരോ ഇതായിരിക്കുള്ളൂ. ഞാൻ സമയമെടുത്ത് ചെയ്യണമെങ്കിൽ നന്നായിട്ട് ഉണ്ടാക്കും. പിന്നെ എളുപ്പപ്പണിയായിട്ട് നോക്കുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങനെ ചെയ്ത് എടുക്കാൻ വേണ്ടിയുള്ളവർക്ക് വേണ്ടിയുള്ളൊരു ഈസി ടിപ്സായിട്ട് ഞാൻ ചെയ്ത് കാണിക്കണേണ്ടത്. വലിയ അത്ര ഇതായിട്ടൊന്നുമില്ല, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്തെടുത്തു എന്ന് മാത്രമേ. പിന്നെ അന്ന് അത്യാവശ്യം അതിൽ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മുരിച്ച് എടുത്ത് അതിൻ്റെ ഗ്രേവി കളർ മാറി വരുമ്പോഴേക്കും നമുക്ക് മെയിൻ പരിപാടി സംഭവമായിട്ട് പാസ്ത ഇടണം കേട്ടോ. പാസ്ത ഞാൻ ആദ്യമേ തന്നെ റെഡിയാക്കി വെച്ച്, അത് പക്ഷേ റെഡിയാക്കണമെന്ന് ഞാൻ വീഡിയോയിൽ പിടിച്ചില്ല. അത് വെള്ളം പിന്നെ അതിന് ശേഷം അത് വെള്ളം മാറാനായിട്ട് എടുത്ത് വെച്ച്, വെള്ളം പോയതിന് ശേഷം മാത്രമേ അത് ഇടാൻ പറ്റുള്ളൂ. വെള്ളത്തേപ്പടി ഇട്ട് കഴിഞ്ഞാൽ അതിന് വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. വെള്ളം മാറിയതിന് ശേഷമാണ് നമ്മളത് ഇടേണ്ടത്. അപ്പം ഞാനത് ഇടണേക്കാൾ മുമ്പ് തന്നെ നമ്മുടെ ടൊമാറ്റോ സോസും അത്യാവശ്യത്തിന് ഇട്ടാൽ മതി. നമുക്ക് എങ്ങനെയാണ് ക്വാണ്ടിറ്റി അതിൻ്റെ നോക്കിയിട്ട് മാത്രം ഇട്ടാൽ മതി. പിന്നെ അതേപോലെ തന്നെ സോയാ സോസ് ഒഴിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഇട്ടാൽ മതി അത്. കാരണം നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കണമെന്നാണെങ്കിൽ അതനുസരിച്ചിട്ട് ഇടാം സംഭവം. ഞാൻ അതിന് ശേഷം പാസ്ത ഇട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത്, അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് മെൽറ്റായി വന്നപ്പോൾ ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്ത്. പിന്നെ നമ്മുടെ ചായ നിർത്തിയിട്ട് ചായ ഞാൻ റെഡിയാക്കി, ചായയൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്തു. ചായയും പാസ്തയും ചിക്കൻ പാസ്തയൊക്കെ റെഡിയാക്കി വെച്ച് ഞാൻ പിന്നെ എൻ്റെ അപ്പനെയും അമ്മേനെയും വിളിച്ച് രണ്ടുപേരും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് അവരുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ പിന്നെ കഴിക്കുകയുള്ളൂ. കാരണം എനിക്ക് വെച്ച് കഴിയുമ്പോൾ ആരെന്ത് പറയണം എന്നുള്ള കേട്ടിട്ട് നമുക്കൊരു സന്തോഷമല്ലത്. അതിന് ശേഷം മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. അപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടിട്ട് നന്നായിട്ടുണ്ട്.